ഹായ് ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാരൂന് അറിയാം, കണ്ടിട്ടൊക്കെ ഉണ്ട്, എന്നാലും ക്ലിയർ ആയിട്ട് എന്തെന്ന് അറിയില്ല. അത് വേറൊന്നും അല്ല, നമ്മുടെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതാണല്ലോ, അപ്പൊ അതിന്റെ പല റിയാക്ഷൻ ചാനലും അല്ലാതെയൊക്കെ ഇവരുടെ കുറച്ച് വിവാദമായ കാര്യങ്ങളിലൊക്കെ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് 2-3 വീഡിയോസ് നോക്കിയിട്ടുണ്ട്. അതെ, അല്ല അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു TV പ്രോഗ്രാം ഉണ്ട്. അതല്ല, അതേപോലെ തന്നെ ഒരു ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. ഒരമ്മയും അവരുടെ ഒരു 4 മക്കളും. അതെ, കാണില്ലായിരിക്കും. ഒരു 4 മക്കളും ഹസ്ബൻഡും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഫാമിലി വ്ലോഗ് ആണ് അവരുടെ കേട്ടോ. ഞാൻ അങ്ങനെ ഫാമിലി വ്ലോഗ് ഒന്നും അധികം കണ്ടിട്ടില്ല. എനിക്കറിയാമെങ്കിൽ പിന്നെ അറിയാൻ പറ്റാത്തത് ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തുള്ള ഫാമിലി വ്ലോഗും കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവരുടെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഇപ്പൊ ഉള്ളൊരു വിഷയം എന്താന്ന് പറയുന്നതിന് മുന്നേ ആദ്യം ഉണ്ടായിരുന്ന ഒരു വിഷയം എന്താന്ന് നമുക്കൊന്ന് പറയാം. ഓക്കെ. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ 4 മക്കളാണുള്ളത്. അപ്പൊ ഒരു 3 പെൺകുട്ടിയും ഒരു ആൺകുട്ടിയാണുള്ളത്. അപ്പൊ ഇതില് താഴത്തെ 2 എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാ, കുഞ്ഞു മക്കളാണ്. അപ്പം മൂത്ത 2 പിള്ളേരെന്ന് പറയുന്നതിൽ ഒരാളുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി ഗ്രാൻഡ് ആയിട്ട് കല്യാണമൊക്കെ നടത്താനിരുന്ന സമയത്ത് ഈ എൻഗേജ്മെന്റ് ചെയ്ത് പയ്യന്റെ കൂടെ അല്ലാതെ വേറൊരു പയ്യന്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി, കല്യാണത്തിന് മുന്നേ ആയിട്ട്. അങ്ങനെ അത് ഭയങ്കര വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി പോയി. ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. അവസാനം ഇപ്പൊ അവരൊക്കെ ഒന്നിച്ച് കാര്യങ്ങളൊക്കെ പോയി. അതിനിപ്പോ രണ്ടാമത്തെ കുട്ടിക്ക് ഇപ്പൊ 19 വയസ്സ് എന്തോ ഉള്ളൂ ആൾക്ക്. ഈ ഇടയ്ക്കായിരുന്നു ആളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഫാമിലി ആയിട്ട് തന്നെ കണ്ടുപിടിച്ച ഒരു കല്യാണമൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ സൊസൈറ്റിയിൽ ഇതൊക്കെ നോർമലി നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ. എന്നാലും കുറെ പേർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഈ ഒരു 19 വയസ്സിൽ തന്നെ കുട്ടിക്ക് കല്യാണം അല്ല വേണ്ടത്, ഒരു ജോലി കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ എതിർപ്പും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഉണ്ടായിരുന്നു. എന്നാൽ പോലും എൻഗേജ്മെന്റ് ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് നടന്നു. നല്ല 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 രസമുണ്ടായിരുന്നു. നീ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോസ്? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അവരുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ അവരുടെ ചാനലിൽ കൂടെ തന്നെ അവർ പുറത്തു വിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല്, കല്യാണം ഒരു 1-2 മാസത്തിനകത്ത് അങ്ങനെ അവര് നടത്താൻ ഇരുന്നതായിരുന്നു. ഇതിന്റെ ഇടയ്ക്കാണ് ആ കുട്ടി പോയി. ഒളിച്ചോടി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒളിച്ചോടി പോയി എന്ന് ഇതിനെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കല്യാണം കഴിക്കാനായിട്ട് എൻഗേജ്മെന്റ് കഴിച്ചു വെച്ച പയ്യന്റെ കൂടെ തന്നെ പോയി. ഇന്നലെ അങ്ങാണ്ടായിരുന്നു കല്യാണം. പയ്യന്റെ വീട്ടുകാരുണ്ടായിരുന്നു. പിന്നെ ഒളിച്ചോടി എന്ന് പറയാനൊന്നും പറ്റത്തില്ല. അതെ, പെൺകുട്ടിയുടെ വീട്ടുകാരില്ലായിരുന്നു, പയ്യന്റെ വീട്ടുകാരുണ്ടായിരുന്നു. കണ്ടുപിടിച്ച ആള് തന്നെയാണ്. ഒളിച്ചോടി എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതുവരെ അവരാരും ഈ കുട്ടി ഉണ്ടല്ലോ, ഇപ്പൊ രണ്ടാമത്തേത് കല്യാണം കഴിഞ്ഞ കുട്ടി നന്ദന എന്നാണ് പേര്. ഈ കുട്ടി ആളുടെ ഇൻസ്റ്റഗ്രാമിലൂടെ എങ്ങാണ്ടാണ് ഫോട്ടോസ് ഒക്കെ പുറത്തു വിട്ടത് കല്യാണം കഴിഞ്ഞത്. അത് ഏതൊരു അമ്പലത്തിൽ വെച്ചിട്ട് ചെക്കന്റെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തുളസി മാലയൊക്കെ ഇട്ട് താലി കെട്ടി അങ്ങനെ ഒരു കല്യാണമായിരുന്നു ആള് പുറത്തു വിട്ടത്. പക്ഷെ ഈ പെൺകുട്ടിയുടെ ഫാമിലി ഇല്ല. ഇതിന് ഒരു 6 ദിവസം മുന്നേ പെൺകുട്ടിയുടെ ഫാമിലി ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അതിലിങ്ങനെ കല്യാണം നടത്തണമെങ്കിൽ ഇവരുടെ വസ്തു വിൽക്കണം, വസ്തു ഒരു 6 സെന്റ് ഉണ്ട്, അത് വിറ്റെങ്കിൽ മാത്രമേ കല്യാണം നടത്താൻ പറ്റുള്ളൂ, അതൊരു ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നത്തിൽ ഇരിക്കുകയാണ്, ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണോന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് അത് നോർമലി എല്ലാ ഒരു വീട്ടുകാരും കല്യാണം നടത്തുമ്പോൾ അങ്ങനെ ഇച്ചിരി സ്ട്രഗിൾ ആവുന്ന ടൈമൊക്കെയാണ്. അപ്പം സ്ഥലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിറ്റിട്ടാണ് കല്യാണമൊക്കെ നടത്തുന്നത്. കാര്യങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് നോർമലി എല്ലാ ഫാമിലീസും ചെയ്യുന്ന ഒരു കാര്യം തന്നെ. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ കല്യാണം കഴിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കല്യാണം കഴിപ്പിക്കേണ്ടെന്ന് മാത്രമല്ല, നമ്മളൊക്കെ ഇപ്പൊ ഒരു കല്യാണം ഒക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ കല്യാണത്തിന് 2 മാസം മുന്നേ ആണ് സ്ഥലം വിൽക്കാനായിട്ട് ഇത്ര ടെൻഷൻ ആവുകയല്ലോ. നമ്മൾ ആദ്യമേ ക്യാഷ് പ്ലാൻ ചെയ്ത് ക്യാഷ് നമ്മുടെ കയ്യിൽ ആക്കി വെച്ചിട്ട് സേഫ് ആയെന്ന് മാത്രമാണല്ലോ പബ്ലിക്കിൽ വന്ന് നമ്മളൊരു കല്യാണം എന്ന് പറയുന്നത്. അതെനിക്ക് തോന്നി. പിന്നെ എല്ലാരും ഒരേപോലെ അല്ലല്ലോ, ചിലരിങ്ങനെ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പൊ നമുക്കതിൽ ഒന്നും പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തത്തിലുള്ള ഒരു സംസാരം എന്താന്ന് വെച്ചാല്, ഇവർക്ക് ആദ്യത്തെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ കല്യാണ സമയത്ത് ഇവർക്ക് ഈ വസ്തു മോൾക്ക് കൊടുത്തു. ഇളയ മോളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് മൂത്ത മോൾ ഈ വസ്തു ക്യാഷ് കൊടുത്ത് വാങ്ങിയെന്ന്
ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അവര് വാങ്ങി അവര് ക്യാഷ് കൊടുത്തു. മൂത്ത മോള് തന്നെ ഇത് ക്യാഷ് കൊടുത്തു. അതും ഒരു വിവാദമായി. കാരണം മൂത്ത മോള് സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ അവര് തന്നെ വരും, അല്ല ഞങ്ങൾ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. ഈ അമ്മയും ഒക്കെ പറഞ്ഞു കേട്ടോ, ഞങ്ങൾ പുറത്ത് എത്ര രൂപയ്ക്കാണോ അത് വിൽക്കുന്നത് അതേ വില തന്നെ മോൾക്ക് കൊടുത്തേക്കുക. കാരണം ഇളയ മോളുടെ കല്യാണം നടത്താൻ ഈ ക്യാഷ് കിട്ടിയിട്ടാണ്. അതുകൊണ്ട് മോളുടെ പേരിലേക്ക് എഴുതാൻ പോവാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് പിന്നുള്ള വീഡിയോയിൽ അവര് എഴുതിയത് പറഞ്ഞോ എന്നോ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ആ സ്ഥലമാണ് വിൽക്കാൻ പോകുന്നതെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് അറിയില്ല, ഞാൻ ഇവരുടെ വീഡിയോസ് കണ്ടപ്പോ എനിക്ക് എവിടെയോ ഒരു ഡൗട്ട് ഉണ്ട്. മൂത്ത മോൾക്ക് 8 സെന്റ് സ്ഥലം എന്തോ ആണ് കൊടുത്തത്, ബാക്കി ഒരു 6 സെന്റ് സ്ഥലം ഉള്ളതാണ് ഇപ്പൊ വിൽക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, എങ്കിൽ പോലും അതിലൊരു ക്ലാരിറ്റി ഇല്ല. കാരണം മൂത്ത മോൾക്ക് ഓൾറെഡി 8 സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ആ ക്യാഷ് വെച്ചിട്ട് കല്യാണം നടത്തണമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. എന്നാൽ ഇപ്പൊ ബാക്കി സെന്റ് വെക്കണം, ഒരു ക്ലാരിറ്റി ഇല്ലാതാണ് ഇവരെല്ലാം പറഞ്ഞത്. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് അതെ, വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്, അതിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കേൾക്കുന്നവർക്കും ഇതൊരു ക്ലാരിറ്റി ഇല്ലാതെ പല പല ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി, പല പല കാര്യങ്ങൾ പബ്ലിക്കിൽ പറയുന്നത് ഇവരല്ലേ. ഇവരെന്തിനാ ഇത് ചോദിക്കുന്നതെന്ന് വെച്ചാല് ഇവര് പല വീഡിയോസിലും വന്നിട്ട് ഇങ്ങനെ ഒരു കല്യാണം നടത്താൻ പോവാണ്, അപ്പൊ ഈ വസ്തു വിറ്റെങ്കിലേ കല്യാണം നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ലാസ്റ്റ് വീഡിയോയിൽ പോലും അവര് പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഈ കല്യാണം നടത്തണമെങ്കിൽ ഈ വസ്തു വിൽക്കണം, അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണോന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ ഇവര് പുറത്തു വിട്ടിരുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ള റൈറ്റും ഉണ്ടല്ലോ. നമ്മളൊരു വ്യൂവേഴ്സ് ആകുമ്പോൾ നമുക്ക് അതെന്താണെന്ന് ഇങ്ങോട്ട് പറയുന്ന ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ആയിട്ട് ചോദിക്കാനുള്ള ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒക്കെ ഒരു കാര്യം എടുക്കുവാണെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും വീഡിയോയിലൂടെ ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്യും. അപ്പൊ പൊതുവെ ഇതൊക്കെ ആൾക്കാർ അറിയുമ്പോഴത്തേക്കും അവരായിട്ട് മിങ്കിൾ ചെയ്യുന്നതായതുകൊണ്ട് അത് കമന്റ്സിലൂടെയും അല്ലാതെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ മിങ്കിൾ ചെയ്യുന്നവരുണ്ട്. അവര് വേറെ വേറെ കാര്യങ്ങൾ ചോദിക്കും, ഓവർ ഫ്രീഡം എടുത്ത് ചോദിക്കും. ചിലപ്പോൾ എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയോ അല്ലെങ്കിൽ കുഴപ്പം എന്തെങ്കിലും തെറ്റ് കാണുവാണെങ്കിൽ അവരത് വിളിച്ച് പറയുകയും കമന്റ്സിലൂടെ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ ഇത് ഇത്രയും ഇവർ തുറന്നു പറയുകയും ചെയ്യും. അവരെന്തെങ്കിലും തെറ്റ് അവരുടെ പോസിറ്റീവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അതായത് നെഗറ്റീവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും പറ്റത്തുമില്ല. നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് അതിനെ, നിങ്ങൾക്ക് എന്ത് റൈറ്റ് ഉണ്ട്, ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെയുള്ള റൈറ്റ് എന്ത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക്കായിട്ട് പറയാൻ നിൽക്കരുത്. നിങ്ങളുടെ അല്ലാതുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിൽ അല്ലാതെ കുക്കിങ് അത് ഇത് മാത്രം കാണിച്ചിട്ട് അങ്ങ് പോവുക, അല്ലാതെ വീട്ടിലെ സാഹചര്യങ്ങളോ ലൈഫിലെ കാര്യങ്ങളോ ഇതൊന്നും എടുത്ത്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ, അത് അസുഖമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള റൈറ്റ്സ് കൊടുക്കുന്നുണ്ടാണ് അവർ തിരിച്ച് ചോദിക്കുന്നത്. അപ്പം അതിനുള്ള റൈറ്റ്സ് കൊടുക്കാതിരുന്നതിനെ അവർ തിരിച്ച് ചോദിക്കത്തില്ല. ഇതിൽ പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മള് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്, പറയേണ്ടാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പേഴ്സണലി തന്നെ വെക്കണം. കാരണം അതിപ്പോ കാണുന്ന വ്യൂവേഴ്സിനെ പറ്റിക്കുക എന്നുള്ളൊരു രീതിയിലല്ല പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയാണ്. മാത്രമല്ല നമ്മുടെ സൈഡിൽ നിന്നിട്ടേ എല്ലാ കാര്യങ്ങളും സംസാരിക്കുള്ളൂ. നമ്മൾ എന്ത് സംസാരിച്ചാലും നമ്മൾ ക്ലിയർ ആക്കിയിട്ടേ ഒരാളോട് സംസാരിക്കുള്ളൂ. അപ്പൊ അതില് വേദനിക്കുന്ന വേറെ ചിലർ കാണും. അതിപ്പോ പബ്ലിക്കിൽ അറിയാവുന്ന ചിലരാണെങ്കിൽ അപ്പൊ നിങ്ങളാണ് ശരി, അവർ മോശക്കാരാണ്. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ എന്താണ് ഇതിന്റെ ക്ലാരിറ്റി എന്നുള്ളത് ഈ അമ്മയും വന്ന് പറഞ്ഞിട്ടില്ല, ആ കല്യാണം കഴിഞ്ഞ് പോയ മോളും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പൊ എല്ലാം ഊഹാപോഹങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നോണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ. അപ്പൊ ഇതിലുള്ള ഒരു സംഭവം എന്താന്ന് വെച്ചാൽ അതിപ്പോ എനിക്ക് പേഴ്സണലി ഞാൻ കാണുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല് ഈ അമ്മ വന്ന് മോൾക്ക് ഇങ്ങനെ നല്ല ഗ്രാൻഡ് ആയിട്ട് കല്യാണം നടക്കാൻ ആഗ്രഹമുണ്ട്, അപ്പൊ നല്ല രീതിയിൽ ഇത് നടത്തണം, വസ്തു വിറ്റില്ലെങ്കിൽ ഇത് നടക്കില്ലെന്ന് 1-2 വീഡിയോസിലായിട്ട് ഇപ്പൊ പറയാൻ തുടങ്ങി. അപ്പൊ ഒരു ഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്. ആ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു ഫിനാൻഷ്യലി വീക്ക് ആണെന്നല്ല പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ അമ്മയും അച്ഛനും ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, ഒരു പെർസെന്റേജ് എന്തെങ്കിലും ഒരു വക ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വസ്തു വിൽക്കില്ല, ഞങ്ങൾക്ക് ഇത് വിൽക്കാൻ ഒട്ടും താല്പര്യമില്ല, പക്ഷെ മോളുടെ കല്യാണത്തിന് ഇതല്ലാതെ വേറൊരു ഗതിയില്ല എന്ന് വന്ന്. ഇതൊക്കെ പറയുമ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെ, 2 രീതി പോവാം. ഇപ്പൊ നിങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഒരു സാഹചര്യം പറയുന്നതാവാം, പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ അത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ ക്യാഷ് എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക,
അപ്പൊ ആ രീതിയിലൊക്കെ എടുക്കുന്നത്. അപ്പൊ കുറെ നെഗറ്റീവ് കമന്റ്സ് അല്ല അത് മാത്രല്ല, ഈ ചെക്കന്റെ ഫാമിലിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ കേൾക്കുന്ന ഒരാൾക്ക് തോന്നും അതെന്താണ് അവർ ഇത്രയും വിഷമിച്ച് പറയുന്നത്. അപ്പൊ ചെക്കൻ അത്രത്തോളം സ്ത്രീധനം എന്നൊരു സംഭവം ചോദിച്ചിട്ടുണ്ട്. അവരപ്പൊ അധികം ചോദിച്ചത് കൊണ്ടാണല്ലോ ഇവർക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് എന്നുള്ള രീതിയിൽ ചെക്കന് നെഗറ്റീവും ചെക്കനും ചെക്കന്റെ ഫാമിലിക്കും ഇത്. കാരണം ആളെ പബ്ലിക്കിൽ ഇവർ കാണിച്ചിട്ടുണ്ട്, ഇവരുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ചോദ്യം ചിലപ്പോൾ മേ ബി അവരൊന്നും ചോദിച്ചു കാണില്ല, ഇവരുടെ ആഗ്രഹത്തിനായിരിക്കും ഇവർ ഈ കല്യാണം നടന്നത്. ഇപ്പൊ എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ മക്കളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണം എന്ന് കാണുമല്ലോ. അപ്പൊ പക്ഷെ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരിക്കലും ഒരു നമ്മളൊരു മക്കളെടുത്ത് ഒരു രീതിയിലും ഒരു കാര്യം ചെയ്യുമ്പോഴും അതിങ്ങനെയാണ് ഇത്ര ബുദ്ധിമുട്ടിലാണ് പറയാം. ഒരളവിൽ കൂടുതൽ അതാവുമ്പോ അത് ചെയ്ത ഒരു സ്നേഹത്തോടെ ചെയ്ത ഒരു കാര്യത്തിന് പോലും ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലാണല്ലേ ചിലപ്പോ ആ കുട്ടിക്ക് ചിലപ്പോ മനസ്സിൽ തോന്നി കാണും ഇങ്ങനെ വന്ന് എല്ലായിടത്തും ഇങ്ങനെ വന്ന് ഇവരിത് ചെയ്യുന്നു. ആ കുട്ടിയുടെ കാര്യത്തിൽ പലതിലും എനിക്ക് പേഴ്സണലി ചെയ്തിട്ടുണ്ട്. ഈ അമ്മ ഒരു ചുരിദാർ വാങ്ങി കൊടുത്താൽ പോലും ക്യാഷ് ഇല്ലാതെ ടൈറ്റ് ആയിട്ട് ഇരുന്നായിരുന്നു, അപ്പോഴാണ് ഞാൻ ചെയ്തത്, ആ രീതിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ സ്നേഹത്തോടെ ആയിരിക്കും അല്ലെങ്കിൽ ക്യാഷിന്റെ വില അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ അതൊരു കുഞ്ഞിനോട് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ ചിന്തിക്കണം. ഇത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണക്ക് പറയുന്ന പോലെ അത് ഇപ്പൊ ഞാൻ പറയാൻ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ ഇവിടെ പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവരുടെ വ്ലോഗ് കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു സംഭവം ഒരു വട്ടം ഈ അമ്മ പറഞ്ഞു, ഈ ഇടയിൽ തന്നെ ഒരു വീഡിയോയിൽ അമ്മ പറഞ്ഞു കുഞ്ഞനുമായിട്ട് ഇപ്പൊ ആൾക്കാർ ചോദിക്കണം, കുഞ്ഞനെന്നാണ് കേട്ടോ ഇവര് ഇളയ മോൾ ഇപ്പൊ പോയ മോളിനെ വിളിക്കുന്നത്. അപ്പൊ ആളുമായിട്ട് പിണക്കത്തില് കുഞ്ഞാണാള് 18 വയസ്സ് കഴിഞ്ഞുള്ളൂ. അതെ, അപ്പൊ കുഞ്ഞനുമായിട്ട് പിണക്കത്തിലാണ്. എന്താണ് കുഞ്ഞൻ വീഡിയോയിൽ വരാത്തതെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വേറൊന്നും അല്ല, ഞാൻ ഈ അമ്മ കുഞ്ഞനുമായിട്ട് ചെറിയ പ്രശ്നത്തിലാണ്, മോളുമായിട്ട് വഴക്കിലാണ്, അതുകൊണ്ടാണ് വരാത്തത്. അപ്പൊ അച്ഛൻ ഒരു കാര്യം അവിടെ നിന്ന് പറയുന്നുണ്ട്, ഈ അമ്മയുടെ ഭാഗത്താണ് ശരി, അമ്മ എന്ത് ചെയ്താലും അമ്മയുടെ ഭാഗത്താണ് ശരി, അതുകൊണ്ട് ഞാനും മോളോട് മിണ്ടാൻ പോവില്ല എന്നുള്ള രീതിയിൽ ഈ അമ്മ അച്ഛൻ അങ്ങനെ ഒരു ആളാണ്. അതായത് അമ്മ എന്ത് ചെയ്താലും അമ്മയാണ് ശരി. അതാ ഏറ്റവും വലിയ തെറ്റ്. തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫാമിലിയില് ഇപ്പൊ അമ്മ പറയുന്ന കാര്യങ്ങളും കാണും, മക്കളുടെ സൈഡും കാണും. അപ്പൊ അവരുടെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതിലിടയ്ക്ക് നിന്ന് അത് സോൾവ് ചെയ്ത് ആ ഒരു ഒത്തിണക്കത്തോടെ കൊണ്ടുപോകേണ്ടത് അച്ഛനായിരിക്കണം. അല്ല ഒരു സൈഡിൽ നിന്നിട്ട് അമ്മയാണ് ശരി അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്നിട്ട് മോളാണ് ശരി എന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്. പകരം ആ രണ്ടുപേരും പറഞ്ഞ് സംസാരിച്ച് അത് സോൾവ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതാകുമ്പോൾ രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല, ഫാമിലി നല്ല രീതിക്ക് പോകും. ഇല്ലെങ്കിൽ ഒരു സൈഡ് കാണാൻ അമ്മ തന്നെയാണ് പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ മക്കൾക്ക് ഒരു ഇത് കാണത്തില്ല. അതേപോലെ ഈ മക്കൾക്ക് ആണെങ്കിൽ പോലും പോയി പറയാൻ ഒരാളില്ല. ഇപ്പൊ അമ്മയുടെ അടുത്ത് പറയാൻ പറ്റൂല, അച്ഛനും പണങ്ങിയിരിക്കും. അപ്പൊ ആ കുട്ടി എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഉള്ള ഒരാൾ സ്നേഹം കൊടുക്കുന്ന ഒരാളോട് പോയിട്ട് അങ്ങനെ ചായാൻ ഒരു തോള് കിട്ടുമ്പോൾ ചായും എന്നുള്ളൊരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിപ്പോ അമ്മയും അച്ഛൻ ചെയ്ത തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു മക്കളുടെ സ്ഥാനത്ത് നിന്നും ഒരു അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇതിപ്പോ അച്ഛനാണെങ്കിൽ പോലും ഇപ്പൊ അമ്മയും മോളും തമ്മിലോ അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലോ ഒരു വഴക്ക് വരുമ്പോൾ അച്ഛനായിരിക്കണം അത് നിന്ന് സോൾവ് ചെയ്യേണ്ടത് അല്ലേ? അതേപോലെ തന്നെ തിരിച്ചിപ്പം ഈ മക്കളും അമ്മയും തമ്മിലാണ് ഒരു പ്രശ്നം വരുന്നെങ്കിൽ, അല്ല അച്ഛനും തമ്മിലാണ് ഒരു പ്രശ്നം വരുന്നെങ്കിൽ അത് അമ്മ എന്നുള്ള രീതിയിൽ ഒരു അമ്മയുടെ കടമയായിട്ട് നിന്നിട്ടായിരിക്കണം ആ പ്രശ്നം സോൾവ് ചെയ്യുന്നത്. ഇനിയിപ്പോ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നമാണെങ്കിൽ ഒരു മക്കളെന്ന രീതിയിൽ നമ്മളായിരിക്കണം അത് സോൾവ് ചെയ്യുന്നത്. അപ്പോഴാണല്ലോ അതൊരു ഫാമിലി ആവുന്നത്. അല്ലാതെ ഇപ്പൊ അച്ഛന് ഓക്കെ വഴക്കാണ് അല്ലെങ്കിൽ അമ്മ വഴക്കാണ്, അപ്പൊ ഞാൻ അമ്മയുടെ കൂടെ നിൽക്കത്തോളം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ മക്കൾക്ക് അതെ മക്കൾക്ക് എന്താണ് അതിലെ സ്ഥാനമുള്ളത്? ഇത് പല വീട്ടുകളിലും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലെ? ഈ അച്ഛനമ്മ എന്നുള്ളത് ഈ മക്കള് വഴക്കിട്ട് കഴിഞ്ഞാൽ അമ്മയുടെ സൈഡ് നിൽക്കുക, മക്കളെ മാറ്റി പറയുക എന്നുള്ളതൊക്കെ പല വീടുകളിലും ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അവരുടെ കല്യാണം കഴിഞ്ഞ ഇപ്പൊ കല്യാണം കഴിഞ്ഞു എന്നുള്ള ഫോട്ടോസ് ഒക്കെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയില്ല, ഇനിയിപ്പോ ഇവരുടെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. പക്ഷെ അതുവരെ ഒരിക്കലും അമ്മയുടെ ഇവിടെ പ്രശ്നമായിരിക്കുന്ന അവിടെ സംസാര രീതിയാണ്. അതെ, സംസാര രീതി നമുക്ക് അറിയില്ല. നമുക്ക് ഇത് പുറത്തു വരാതെ ഒന്നിനെ കുറിച്ചും നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം എക്സ്പ്ലനേഷൻ എന്തായാലും ഇപ്പൊ മിക്ക വീഡിയോസിലും ഞാൻ കണ്ടത് എല്ലാവരും റിയാക്ഷൻ ചെയ്യുന്നവർ പറയുന്നത് എന്താന്ന് വെച്ചാല് അമ്മ ഇനി എക്സ്പ്ലനേഷൻസ് ആയിട്ട് വരും, അമ്മയ്ക്കുള്ള കണ്ടന്റ് ആയിന്ന്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും പറഞ്ഞേ പറ്റത്തുള്ളൂ, ഇനി പറഞ്ഞേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആദ്യമേ അങ്ങനെ ആയിരിക്കണമായിരുന്നു, ഇനി പറഞ്ഞാൽ പറ്റില്ല. എപ്പോഴും എന്തൊക്കെന്ന് പറഞ്ഞാല് നമ്മളിനി എത്ര ഫാമിലി വ്ളോഗ് നല്ല റിയൽ വ്ളോഗാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നാൽ തന്നെയും
യൂട്യൂബിൽ വരുമ്പല്ലോ ഏതൊരു ക്രിയേറ്റേഴ്സിന്റെ മുമ്പിൽ യൂട്യൂബിൽ വരുമ്പോഴത്തേക്ക് റീലേ ആവത്തുള്ളൂ, റിയൽ ആവത്തില്ല. അതായത് ബെറ്റർ. ഇപ്പോ നിങ്ങൾ എല്ലാരും ഒരു കാര്യം ആലോചിക്കുക. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ, ഞങ്ങൾ ഉൾപ്പെടെ എന്താണോ നിങ്ങളിലേക്ക് കാണിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് അതേ വരുള്ളൂ. അതേ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ആക്കി ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യുമ്പോഴെങ്കിലും ഞങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞോണ്ടാവും, ഉപബോധ മനസ്സറിഞ്ഞോണ്ടാണ് ഓരോന്നും ചെയ്യുന്നത്. നമ്മളത് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാം ചുമ്മാ ആരും എന്ത് പറയുന്ന പോലെ ഞങ്ങൾ റിയൽ ആണ്, ഞങ്ങൾ എങ്ങനെയാണെന്നും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കരുത്. അത് ഒരിക്കലും റിയൽ ആവത്തില്ല, റിയലേ ആവത്തുള്ളൂ. അല്ല, നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മുടെ റിയൽ ലൈഫിൽ പോലും നമുക്ക് ഇഷ്ടമില്ലാത്ത പലരെയും കാണുമ്പോൾ നമ്മൾ തിരിച്ചു നിൽക്കേണ്ടി വരും. അല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പലരിടത്തും നമ്മൾ മിണ്ടുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ പോലും 100% റിയൽ ആയിട്ട് നിൽക്കാൻ പറ്റാത്ത നമുക്ക് എങ്ങനെയാണ് ഒരു യൂട്യൂബ് എന്ന് പറയുന്നതിൽ ഒരു 100% റിയൽ ആയിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റും. കാരണം പല ടൈപ്പ് ആൾക്കാരാണ്. പറയാനേ ഉള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഒന്നും പുറത്തു വന്നിട്ടില്ല. ഇനിയും കിടക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു കുട്ടീനെ കുറ്റം പറയാനൊന്നുമില്ല. കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞ പറയുന്നുണ്ടോ കുട്ടീനെ അങ്ങനെ ഇതുവരെ ആരും എനിക്ക് ആള് പോവണ്ടായിരുന്നു എന്ന രീതിയിലാണ്. ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞ കുറച്ചും കൂടെ അവരെ വീട്ടുകാര് എന്തെങ്കിലും ഇഷ്യൂ കാരണമായിരിക്കും അങ്ങനെ ചെയ്തത്. കാര്യം അല്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുത്ത ആളെ, അതായത് വീട്ടുകാര് കണ്ടുപിടിച്ച ആളെ തന്നെയാണ് പുള്ളിക്കാരി കിട്ടിയത്. അവരുടെ വീട്ടുകാരും ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ പിന്നെ അതില് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, എന്തെങ്കിലും കാണുമായിരിക്കും. ഇത് ഈ പറഞ്ഞ പോലെ അച്ഛൻ ഇടയ്ക്ക് നിന്ന് അത് സംസാരിച്ച് സോൾവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി ഇറങ്ങിപ്പോയി ഇതണക്ക് കല്യാണം കഴിക്കത്തില്ലായിരിക്കും. അപ്പൊ അവിടെ ഒരു മീഡിയേറ്റർ ആയിട്ട് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. രണ്ട് സൈഡും കേട്ട് സോൾവ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ. ഇനി അതല്ല വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം അങ്ങനെ ഒരു സൈഡ് മാത്രം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ കുട്ടിക്ക് വേറെ എങ്ങും പോയി സംസാരിക്കാനൊന്നും കാണത്തില്ല. അപ്പം ആ പാർട്ട്ണറിന്റെ അടുത്ത് പറഞ്ഞ് സംസാരിച്ച് അപ്പൊ അവരെടുത്ത് ഒരു തീരുമാനത്തിലായിരിക്കാം. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാഷിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്കും നാണക്കേടാണ്. അത് കെട്ടാൻ പോകുന്ന പയ്യനും അവരുടെ വീട്ടുകാർക്കും നാണക്കേടാ. ചിലപ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് വരും. കാര്യം അവർ സ്ത്രീധനം ചോദിച്ചെന്നൊക്കെ പറഞ്ഞു. ഒന്നാമത് യൂട്യൂബ് അറിയാലോ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോൾ ഓൾറെഡി പലരും കാണുന്നതാണ്. അപ്പൊ ഈ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിച്ചെന്നോ അല്ലെങ്കിൽ അത് ചോദിച്ചെന്നോ എന്ന രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടാ, അവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളാരും അവരും പേടിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ കാരണം. എന്തോന്നറിയത്തില്ല, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ വന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല, നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്തായാലും പറ്റിയത് പറ്റി. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അവരെല്ലാരും കൂടെ ഉള്ളപ്പോ നല്ല ഭംഗിയാണ് അവരൊക്കെ കാണാൻ. എല്ലാവരും നല്ല മക്കളായിട്ടോ കാണാനൊക്കെ ഭംഗി തന്നെയാണ്, ഒരു വൈബ് തന്നെയാണ്. അതെ, അപ്പം നല്ല രസമാണ്. അപ്പൊ എല്ലാരും എല്ലാം മറന്ന് എന്താണ് മനുഷ്യരല്ലേ. ഇപ്പൊ ഒരു നാളെ മരിക്കുന്നതിന് മുന്നേ ആകെ കുറച്ചു കാലമാണ് നമ്മൾ ഈ ഒരു ജീവിതം ജീവിക്കുന്നത്. അപ്പൊ പിന്നെ വഴക്കും പ്രശ്നങ്ങളും ഇല്ലാതെ പോകാനായിട്ട് മനുഷ്യരല്ലേ പലരും, പല ആൾക്കാരും പല സ്വഭാവമൊക്കെയാണ്. പക്ഷെ അത് ഒരുമിച്ച് കൊണ്ടുവന്നാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. എന്നാലേ മുമ്പോട്ട് പോകത്തുള്ളൂ. ഏതെങ്കിലും ഒരാള് മീഡിയേറ്റർ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ നിന്നാലേ മുമ്പോട്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ അല്ല, ആരും തന്നെ ഇപ്പൊ രണ്ട് സൈഡിൽ നിന്നാണെങ്കിലും വെറുതെ വന്ന് ഇങ്ങനെ കുറ്റങ്ങളും കാര്യങ്ങളും യൂട്യൂബിൽ ആദ്യത്തെ ഒരു കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ പറയാതെ അവരായിട്ട് തന്നെ സംസാരിച്ച് അവരൊന്നിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അടിച്ചു പിരിയട്ടെ അല്ലെങ്കിൽ രണ്ടും രണ്ട് സൈഡ് നമുക്ക് കേൾക്കാൻ നല്ല രസമായിരിക്കും. വന്നിരുന്നാൽ നമുക്ക് കണ്ടന്റ് ആണ്, നമുക്ക് കേൾക്കാൻ രസമാണ്. ആ ഒരു ഫാമിലി കോണ്ടന്റ് ആവുമല്ലോ. കാര്യം അവരുടെ ഫാമിലി വ്ളോഗേഴ്സ് അവരുടെ ലൈഫ് ഫുള്ള് സോഷ്യൽ മീഡിയയിൽ കാണിക്കുമ്പോഴത്തേക്കും അതിനെപ്പറ്റി കമന്റ് ഇടാനും സംസാരിക്കാനും ബാക്കിയുള്ളവർക്ക് അതിനുള്ള റൈറ്റ്സ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്റെ ഫാമിലിയെ പറ്റിയോ എന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അത് കാണിച്ച് ഇതായിട്ട് നിൽക്കുവാണെങ്കിൽ അത് നിങ്ങളായാലും ചോദ്യങ്ങൾ ചോദിക്കുക. എന്തെങ്കിലും തെറ്റ് കാണുമ്പോഴോ അല്ലെങ്കിൽ കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്നതും ഓരോ കമന്റ്സ് ഒന്നിനും എല്ലാത്തിനും കൂടെ വയ്ക്കുന്നവരാണ്. അപ്പൊ നെഗറ്റീവ് കണ്ടാലും അവർ സംസാരിക്കും, ചോദിക്കും, എൻ്റെ അടുത്ത് ചോദിക്കും. ഇപ്പം ഞാൻ കാണിച്ചില്ലേ ചോദിക്കുമോ? ഇല്ല, ചോദിക്കത്തില്ല. അപ്പം അത് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനത്തിനുമില്ല. അപ്പം അത് കാണിച്ചിട്ട് പിന്നെ നിങ്ങൾ ആരെങ്കിലും നെഗറ്റീവ് ചോദിക്കുമ്പോൾ ഞാൻ കയറി റിയാക്ട് ചെയ്തിട്ട് നിങ്ങളാരെ ചോദിക്കാനെന്ന് പറഞ്ഞിട്ട് അതിലൊന്നും ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഓരോരുത്തർക്ക് വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. കാണുമ്പോൾ അവർ ചോദിക്കും, കണ്ടില്ലേ ചോദിക്കത്തില്ല, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നല്ല രീതിയിലെല്ലാം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റൂ, അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറ്റില്ല. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ് അത്. നല്ല രീതിയിൽ തന്നെ ആവട്ടെ. ഫാമിലി അല്ലേ, അപ്പൊ നല്ല ഒരുമിച്ച് പോകുന്നതാണെന്ന് തന്നെയാണ് എല്ലാവർക്കും ഒരു മാതൃകയാവുന്നതും അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഒരു യോജിപ്പ് ഇല്ലാതെന്ന് പറഞ്ഞാൽ ഈ പ്രായത്തില് ഒന്ന് കെട്ടിച്ചു വിടുന്നത് ഇച്ചിരി കൂടെ ഇതൊക്കെ ആയിട്ട് മതിയായിരുന്നു. പിന്നെ അവര് തന്നെ പറയുന്നു അവർക്ക് കാശില്ല, ഇതില്ല, പിന്നെ എന്തിനീ ധൃതി പിടിച്ച് കെട്ടിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തോ കണ്ടിട്ടാണ്, എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൈ കാശില്ലെന്ന് പറയുന്നു,
കൊച്ച് 18 വയസ്സാ 19 വയസ്സ് എത്ര 19 അങ്ങാണ്ട് ആവുന്നേ ഉള്ളൂ. 19 ആവുന്നേ ഉള്ളൂ. അപ്പൊ എന്തിനു ധൃതി കാണിക്കുന്നത്? ധൃതി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അത് പഠിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണല്ലോ, അവർക്ക് ആ ഫീൽഡിൽ തന്നെ എന്തോരം ഡെവലപ്പ് ആയി കുട്ടിക്ക് ഒരു ചാനൽ ഉണ്ട്, അധികം ആക്റ്റീവ് അല്ലെങ്കിൽ ആളും ഒരു ചാനലൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അതിൽ വല്ല ബേസ് ഒക്കെ ആകിയതിനു ശേഷം മതി. അപ്പോഴത്തേക്കും ആ കുട്ടിക്കും ഇതെന്തെങ്കിലുമൊക്കെ ആവും, ഫ്യൂച്ചറിലേക്ക് എഴുതി വെക്കാൻ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പൊ അതായാലും മതി. അപ്പൊ എന്തിനു ധൃതി കാണിക്കുന്നത്? ഇപ്പൊ ധൃതി കാണിച്ചിട്ട് എന്തെങ്കിലും നേടിയൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇതൊരു പറയാനുള്ളൊരു ഇത് അത്രേ ഒരു കോണ്ടന്റ് കിട്ടി. കാര്യം അവര് അവരുടെ ലൈഫ് തുറന്നു കാട്ടി. അപ്പൊ അത് കാണുമ്പോൾ ബാക്കിയുള്ളവര് ഇപ്പം നമ്മളും എന്തായാലും നമ്മുടെ ലൈഫ് ഇതാണൊക്കെ ഒരു, അതായത് റിയൽ ലൈഫ് കാണിക്കാൻ നിന്ന് തന്നെ തിരിച്ച് അതാണൊക്കെ അവര് പറയും, ചോദിക്കും, കമന്റ് പറയും. വ്യൂവേഴ്സ് അല്ലേ, പിന്നെ മലയാളികളാ, ചോദിക്കാതിരിക്കത്തില്ല. അത് മലയാളികളുടെ ഒരു ശീലമാണല്ലോ. അതെ, ഇതിങ്ങനത്തുള്ള കാര്യങ്ങൾ അറിയാനും അവർക്കൊരു ആകാംക്ഷയാണ്. എന്തായാലും എല്ലാം നല്ല രീതിയിൽ ആവട്ടെ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മള് അതല്ല, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഏതെടുത്ത് റിയാക്ട് ചെയ്യണം, ഏതെടുത്ത് ചെയ്യണോന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ. പിന്നെ സ്റ്റാർട്ടിങ് ആയിട്ടാണ് നമ്മള് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റാത്തത്. മാക്സിമം എല്ലാത്തിനും റിയാക്ഷൻ ചെയ്യാനും വീഡിയോസ് ഇടാനും ശ്രമിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് തുറന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ വീണ്ടും പറയണേ, ഞങ്ങളുടെ പുതിയ ഒരു റിയാക്ഷൻ ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സംഭവമാണിത്. അപ്പൊ തെറ്റുകുറ്റങ്ങൾ കാരണം പറഞ്ഞത് പല കാര്യങ്ങളും റിയാക്ഷൻ ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് ചെയ്ത് ബോറടിച്ചപ്പോ കൂടെ കൂട്ടിയത്. അതെ, അപ്പൊ ഞാൻ പറയാണ്, എന്തെങ്കിലും ഒക്കെ ഞങ്ങളുടെ സൈഡിൽ ഇത് ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് പറയുന്നത്. ഇതിലെല്ലാം ശരിയാണെന്നോ ഇങ്ങനെയാണ് കാര്യങ്ങളെന്നോ ഒന്നുമല്ല പറയുന്നത്. ഞങ്ങൾക്ക് എന്താണോ മനസ്സിൽ ഇത് അല്ല, ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്, അതായത് ഞങ്ങൾ രണ്ടുപേരും ഒരു ടോപ്പിക്കിനെ പറ്റി പൊതുവെ സംസാരിക്കാറുണ്ട്. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ല ഞങ്ങൾ ആധികാരികമായിട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ കാണുന്ന വീഡിയോസ് ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കുന്ന രീതിയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത്, അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഒരു ടൈം പാസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലോ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ ഇപ്പോൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഇത് കൂടുതൽ പേരിലേക്ക് ഇപ്പൊ പുതിയൊരു ചാനലായിട്ട് എത്തുകയുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയാൻ പറ്റത്തില്ല, ഇവിടെ ഗുഡ് നൈറ്റ്. രാത്രി വീഡിയോ കാണുന്ന ചിലപ്പോ രാവിലെ ആയിരിക്കും. അതെ, ഓക്കെ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ ബൈ.